നിക്ക് നായിന്റെ മോൻ അവിടെ. ആടാ കൊറേ കാലം എന്നെ ഇനി ഒരു സെക്കൻഡ് എന്നെ പറഞ്ഞ് മുന്നോട്ട് വിടുന്ന പ്രശ്നമില്ല കേട്ടോ. ഒന്നുകിൽ ഞാൻ എന്തും പോലെ നോക്കണ്ട തന്നെ. അല്ല തിരികെ ഞാൻ നിർത്തി തരാം. ആടാ അനവധി നഷ്ടത്തിരിക്കും വന്നില്ല. എന്നാലും വേണ്ട, ഇന്നു മുതൽ അന്നെ വിടുന്ന പ്രശ്നമില്ല. അങ്ങനെ അവിടെ കയറി പടക്കിട്ടോ. ഓസിന് നിന്ന പ്രിയുള്ള നാട്ടുകാർ ഒരു ഭാഗത്ത്, കട്ട് നിന്ന പഹരെ എലികളെ വേറൊരു ഭാഗത്ത്. ഞമ്മള് മൂടിയാൻ പിന്നെ വേറെന്തോ വേണോ? അല്ല നേരെ തന്നെ നിങ്ങളൊരു പുതിയ ആളാണല്ലോ. എന്താ അബ്ബായിക്ക് മനസ്സിലായില്ല? ഞാൻ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി വന്നതാ. കൂട്ടുകാരനോ? കാട്ടുമുക്കിൽ ഇങ്ങനെ ആരാ കൂട്ടുകാരന്? പീറ്റർ. പീറ്ററോ? പീറ്റർ നിങ്ങളായിട്ട് എങ്ങനെ പരിചയം? ഞങ്ങൾ ഒരുമിച്ച് കുറച്ചാലും ഉണ്ടായിരുന്നു. എവിടെ പീറ്ററിന്റെ വീട്? അതിന് അയാളവിടെ ഇല്ലല്ലോ. കുഞ്ഞാലിക്ക എന്താ മോനെ? ആ സേതു ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. പടച്ച തമ്പുരാനെ ചതിച്ചെന്നാ തോന്നുന്നത്. നീ കയറി ഇവിടെ നോക്ക്, ഞാനിപ്പോ വരാം. അല്ല പീറ്ററിന്റെ വീട് അവിടെ ഇരിക്കുന്നു, ഇപ്പൊ വരാന്ന്. പടച്ചോനെ ഇനി എന്തെല്ലാം കുലുമാലുണ്ടാവും ആര് കണ്ട്? അള്ളാക്കറിയാ. നിർത്തി. എന്താടാ അവൻ വന്നോ? ഇല്ല, അവൻ വീട്ടിൽ ഒളിച്ചിരിക്കില്ലെന്ന് എങ്ങനെ അറിയാം? നീ കയറി നോക്കാം. നിങ്ങൾക്ക് വേണ്ടത് പീറ്ററല്ലേ? അതിനാ തള്ളനും കുട്ടീനെ ഇറങ്ങാനാക്കി നിങ്ങൾക്ക് എന്താ കാര്യം? ഓ അവിടെ 2-3 ദിവസമായി വന്നിട്ട് തന്നെ. ഇനി വല്ല പോലീസിന്റെ കയ്യിലോ മറ്റോ? വന്നി എന്റെ പേര് സെയ്തെന്നാണെങ്കിൽ എന്റെ ഇക്കാനെ കൊന്ന നായിന്റെ മോനെ പോലീസിന് കൊടുക്കൂല. നിങ്ങൾ പോയിട്ട് വരി. ഓ വന്നാ ഞാൻ വിവരം അറിയിക്കാം. ഞാൻ എങ്ങും പോകുന്നില്ല. ഞാൻ അടിവാരത്ത് തന്നെ ഉണ്ടാവും. അവനെ കണ്ടിട്ടേ ഞാൻ മടങ്ങൂ. ഇവൻ നമ്മളെ കൈകൊണ്ട് വാങ്ങിയിട്ടേ പോവുള്ളൂ എന്നാ തോന്നണേ. ഓന്റെ ഒരു അടിവാരം. ഇവിടെ ആരും ഇല്ലേ? ഉണ്ടല്ലോ. ആരാ മോളെ ഇതിനുള്ളിൽ പൂട്ടിയിട്ട്? വല്യമ്മച്ചി. അതേ പീറ്റർ ഉണ്ടോ? ആരാ? അപ്പച്ചനാ? അപ്പച്ചനുണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടോ? എവിടെ? അകത്താ? പറയൂല. എന്നെ തുറന്നു വിട്ടാ പറയാം. ആരാ? മോളിലെ അപ്പച്ചന്റെ ഒരു ഫ്രണ്ട്. അപ്പച്ചനോടെ? ഫ്രണ്ട് എന്ന് പറഞ്ഞ എന്താ? ഫ്രണ്ട് എന്ന് പറഞ്ഞ സ്നേഹിതൻ. അപ്പച്ചനോടെ? സ്നേഹിതെന്ന് പറഞ്ഞ എന്താ? സ്നേഹിതൻ എന്ന് പറഞ്ഞാലേ മാമൻ പോലീസില്. മാമൻ പോലീസാ? മാമൻ കള്ളൻ, മോള് പോലീസ്. നമുക്ക് കളിക്കാം. അതിനു മുമ്പ് മോളുടെ അപ്പച്ചനോടെന്ന് പറ. എന്നാ നമുക്ക് അപ്പച്ചനെ കൂട്ടാൻ കളിക്കാൻ. എവിടെ അപ്പച്ചൻ? അതാ അവിടെ. എവിടെ? അവിടെ. മോള് മാമനെ കളിപ്പിക്കുകയായിരുന്നു അല്ലേ? മോളുടെ അപ്പച്ചൻ എന്നെ കൊറേ കളിപ്പിച്ചതാ. എന്നെ അപ്പച്ചൻ കളിപ്പിക്കുമല്ലോ. വലിയ ഇഷ്ടം എന്നെ. എന്താ മോളുടെ പേര്? മോളെ ആരാ? വല്യമ്മച്ചി. ഞാൻ പീറ്ററിന്റെ ഒരു കൂട്ടുകാരനാ, ശ്രീനിവാസൻ. എനിക്ക് പീറ്ററിന് അത്യാവശ്യമായിട്ടൊന്ന് കാണുമായിരുന്നു. വല്യമ്മച്ചി, മാമ എന്നെ തുറന്നു വിട്ടല്ലോ. അത് മോള് പറഞ്ഞപ്പോ. അതിനെന്താ, ആരും ഇല്ലാതെ ഇവിടെ നിർത്തിച്ചു പോയാ അടങ്ങിയിരിക്കില്ല. അതാ ഞാൻ പോകുമ്പോ പൂട്ടിച്ചു പോന്നു. പീറ്റർ ഇല്ല ഇവിടെ? ഇല്ല, ഇന്നോ നാളെയോ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക ഞങ്ങളും. ടൗണിൽ നിന്നാണോ? അതെ, ഇവിടെ വരാൻ പീറ്റർ പറഞ്ഞിരുന്നു. ഞാൻ ഇച്ചിരി കാപ്പി എടുക്കാം. അത് അമ്മച്ചി, പീറ്റർ ഇന്ന് വന്നില്ലെങ്കിൽ എനിക്കിവിടെ വേറെ ആരും പരിചയമില്ല. രാത്രി തങ്ങാനാണോ? അതിനെന്താ, ഇവിടെ കിടക്കാം. മോള് വാ, ഇരിക്ക്. എന്തിനാടോ തൊപ്പിയും തലയിൽ വെച്ച് ഇങ്ങനെ നടക്കുന്നത്? തന്റെ ഒക്കെ കഴിവില്ലായ്മയ്ക്ക് ഉത്തരം പറയേണ്ടി വരുന്ന ഞാനാ. ആ ക്രിമിനലിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് എങ്കിലും തനിക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞോ? സാർ, അയാൾ അടുത്ത കാലത്ത് മരിച്ച സേട്ടനോട് ചേർന്നത്. അവിടെ ഉള്ളവർക്ക് അയാളെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. അവനെ സേട്ടനോട് ചേർത്ത അയാളുടെ ഡ്രൈവർ അസീസ. അവനാണെങ്കിൽ ഒളിവിലും. തിരയാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് സാർ. താൻ തിരഞ്ഞോണ്ടിരിക്കുകയുള്ളൂ. എടോ, പെറ്റി കേസിൽ അകത്താകുന്ന പ്രതികളെ കണ്ണുരുട്ടി കാണിച്ചോ തല്ലിയോ അല്ല കഴിവ് കാണിക്കേണ്ടത്. തലയ്ക്കകത്ത് വല്ലതും കൂടെ വേണം ഈ പണി ചെയ്യാൻ. മനസ്സിലായോ സാർ? ആരാണപ്പോ അതിരാത്രി? പീറ്ററോ? എന്തു പറ്റി? ആകെ കുഴപ്പമായി കുഞ്ഞാലിക്ക.
ചെയ്തുറ്റങ്ങളെ കണ്ടോ? ഇന്ന് രാവിലെയും കൂടി ഞാൻ ഓനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടിട്ടേ ഉള്ളൂ. അതല്ല കുഞ്ഞാലിക്ക, ഞാൻ വീട് വരെ ഒന്ന് പോയി. പറയുമ്പോ നിങ്ങളൊരു ചെങ്ങായി വന്നിട്ടുണ്ടല്ലോ അവിടെ. അത് തന്നെയാ കുഴപ്പമായത്. അവനെന്റെ ചങ്ങാതിയൊന്നുമല്ല, പോലീസുകാരനാ. അവനെ വെട്ടിച്ചാ ഞാൻ ചാടിയത്. കുലുമാലാവോ? ഇനിയിപ്പൊ എന്താ ചെയ്യാ? അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞയച്ചേ പറ്റൂ. പടച്ചോനെ കുഴഞ്ഞല്ലോ. ഒരു ഭാഗത്ത് ചെയ്തു, ഒരു ഭാഗത്ത് പോലീസ്. ഈ ശൈത്താന്റെയും കടലിന്റെ ഇടയിൽ പെടാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഏതായാലും നീ സമാധാനായിട്ടിരി, നമുക്കൊരു വഴി കണ്ടെത്താം. അല്ല, അവിടുത്തെ കാര്യം എന്തായി? പണം കിട്ടിയാലേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതൊന്ന് ശരിയായി കഴിഞ്ഞിട്ടാണെങ്കിൽ എന്നെ പിടിക്കുകയോ കൊല്ലുകയോ എന്ത് വേണേലും അവന്മാർ ചെയ്തോട്ടെ. നീ ബേജാറാവാണ്ടിരിക്കേ. ഞാൻ ലോറൻസിനോട് പണത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാവും. നീ തൽക്കാലം ഞാൻ പറഞ്ഞോട് തന്നെ ഇരുന്നാ മതി. അവിടെ അതിലും വലിയ കുഴപ്പമാണ്. ആ സേതിന്റെ ആൾക്കാർ ഇന്നലെ അവിടെ വന്ന് അന്വേഷിച്ചിട്ട് പോയി. എന്നാ നീ ഇനി അങ്ങോട്ട് പോണ്ട. സ്ഥലം വേറുണ്ട്, ഒരു ജീവി അറിയില്ല. ആനിമോളാ കാപ്പി കൈ പൊള്ളുന്നു, പിടിച്ചേ. അപ്പച്ചൻ വന്നോ മോളെ? ഇല്ല, എനിക്ക് അപ്പച്ചനെ കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കുണ്ട് മോളെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ. എന്നാ മാമന്റെ മോക്കും കൂടി അപ്പച്ചന്റെ അടുത്ത് പോവാ. അപ്പച്ചൻ എവിടെയാന്ന് പറയാൻ മോളെ, മോക്കറിയോ? അപ്പച്ചനെ കുഞ്ഞാലിക്ക. മോക്കിതാ കുഞ്ഞാലിക്ക മുട്ടായി കൊണ്ടാ നിക്കണ. എന്താ കുഞ്ഞാലി രാവിലെ? ഞാൻ നമ്മള് പീറ്ററിന്റെ ചങ്ങായി സാറിനെ ഒന്ന് കണ്ട് വിവരം അറിയാന്ന് വിചാരിച്ചു വന്നതാണ്. അവനെ ഇന്നലെയും കണ്ടില്ലല്ലോ കുഞ്ഞാലി. അയാള് വന്നോളൂന്ന്. ചിലപ്പോ എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ ആയിപ്പോയിട്ടുണ്ടാവും. അത് പോട്ടെ, എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിനി. അല്ല സാറേ, ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നു. അതെങ്ങനെ ശരിയാവുന്ന കുഞ്ഞാലിക്ക? പീറ്ററിനെ കാണാതെ ഞാൻ ഇവിടുന്ന് പോയാ ഒരു കുഴപ്പമില്ല. സാർ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആ ഫുൾ അഡ്രസ്സും പേരും ഒരു കണ്ടം കടലാസിൽ എഴുതി കൂടി തന്നേക്കി. പീറ്റർ സ്ഥലത്തെത്തിയ ഉടനെ ഞാനൊരു കാർഡ് എഴുതി അങ്ങോട്ട് വിട്ടേക്കാം. അത് കിട്ടിയിട്ട് പോന്നാ പോരെ? അതൊന്നും ശരിയാവില്ല കുഞ്ഞാലിക്ക. പീറ്ററിനെ കാണാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഇങ്ങനെ തർക്കം പിടിച്ചാൽ എങ്ങനെയാണ്? കുഞ്ഞാലിക്ക് അറിയില്ല എന്റെ വിഷമം. പീറ്ററിനെ കടന്ന് എനിക്ക് 100 കൂട്ടം കാര്യങ്ങൾ അറിയോ? എന്തായാലും പീറ്ററിനെ കാണാൻ പോകുന്ന പ്രശ്നമില്ല. തർക്കം മനുഷ്യന് നല്ലതല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകണ്ട എനിക്ക്. അവിടെ ഇരിക്കും, നിങ്ങൾ എങ്ങട്ടാ പോളെ? അല്ല അല്ല, വീട്ടിലാണല്ലോ പഠിച്ചോനെ ചതിച്ചെന്നാ തോന്നുന്നത്. പീറ്റർ അന്നെ തന്നെ കിട്ടണ്ടേ? പുന്നാര സാറേ, 10-100 ഉറുപ്പ്യന്റെ സാധനം മേടിച്ചിട്ട് തരാന്ന് പറഞ്ഞിട്ട് നക്കി നടക്കുക. കാണുമ്പോ തലയിൽ മുണ്ടിട്ട് ഇവിടെ വാ സൂറേ. ഇന്ന് എന്നെ കൊണ്ട് പറയുന്നുണ്ട് ഇന്റെ കയ്യിന്റെ അറിയാൻ പോകുന്നു. നാശം. ഒരു പുഷ്പാഞ്ജലി ഉണ്ട്. ശ്രീനിവാസൻ, അവിട്ട നക്ഷത്രം. എടാ കുഞ്ഞാലി, ഇങ്ങ് വന്നേ. കള്ള ഹിമാറെ, പീറ്റർ ഇവിടെ വന്നില്ലേ? പീറ്ററോ? ഇവിടെ എവിടെ? എന്തേ കണ്ടൂടെ? നീ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നല്ലേ? അല്ല, ആര് പറഞ്ഞു? ഞാൻ അവനെ കണ്ടിട്ടും കൂടിയില്ല. അവനെ കണ്ടാ പറഞ്ഞേക്ക്, ഞാൻ സുലൈമാൻ സേട്ടന്റെ അനിയനാണെങ്കിൽ അവന്റെ മയ്യത്ത് കണ്ട് ഇവിടുന്ന് പോകുന്നു. പിന്നെ അവനെ രക്ഷിക്കാനെങ്ങാനും ശ്രമിച്ചാ അന്നേം കൊന്ന ഈ കരയ്ക്കും തീ വെച്ചാൽ ഞാൻ പോവും. മനസ്സിലാടാ? ആ ചുടുകാട്ടിലാണ് ജോലി, കടക്ക് തീയാക്കാൻ. ഒന്ന് പോടാ പറ്റി. ആരാ കുഞ്ഞാലിക്കത്? അതൊരു ജിന്ന്. പീറ്ററിന്റെ സുലൈമാൻ സേട്ടിന്റെ ഒക്കെ കാര്യം പറയുന്നത് കേട്ടല്ലോ. അത് സുലൈമാൻ സേട്ടിന്റെ അനുജനാ. പീറ്റർ അന്വേഷിച്ച് നടക്കുകയാണെന്ന് മാത്രം. കേറിക്കിടക്കാൻ ആകെയുള്ള ഒരു കൂരയാ ഞാൻ നിങ്ങൾക്ക് പണയം വെച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ കുഞ്ഞാലിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞതുകൊണ്ടും നിങ്ങളുടെ അത്യാവശ്യം മനസ്സിലാക്കിയത് കൊണ്ടുമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പക്ഷേ പണത്തിന്റെ കാര്യത്തിൽ ലോറൻസിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇപ്പോൾ തന്ന പണവും അതിന്റെ പലിശയും പറഞ്ഞ ഡേറ്റിനുള്ളിൽ മടക്കി തന്നില്ലെങ്കിൽ വീട് എനിക്ക് ഒഴിഞ്ഞു തരേണ്ടി വരും. അതിനെപ്പറ്റി നിങ്ങൾ ബേജാറാവണ്ട. പൈസ വന്ന് തന്നിട്ടില്ലേ ഞാൻ തരും. എന്താ, ഇന്ന വിശ്വാസല്ലേ? ശരി, ഞാൻ മൂപ്പരൊന്ന് വിട്ടിട്ട് വരാം. മോനെ,
മോനെ എണീക്ക് എണീക്ക് മോനെ. നിന്നെ അമ്മ എവിടെയെല്ലാം തിരക്കി. നീ എന്തിനാ അമ്മയെ വിട്ടു പോയത്? നിനക്കറിയില്ലേ അമ്മയ്ക്ക് നീ അല്ലാതെ വേറെ ആരുമില്ലെന്ന്? വാ മോനെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. നീ വന്നില്ലെങ്കിൽ ഒരിറ്റ് വെള്ളം പോലും ഞാൻ ഇറക്കത്തില്ല. നീ എന്താ മോനെ ഇങ്ങനെ നോക്കുന്നത്? നീ അമ്മയെ വിട്ടു പോവോ? പറ, അമ്മയെ വിട്ടു പോവോ? ആളുണ്ട്. പീറ്റർ, പീറ്റർ നിൽക്കവിടെ. പീറ്റർ ഓടരുത്. പീറ്റർ നിൽക്കാനാ പറഞ്ഞത്. ശ്രീനിവാസനോ, നീ എന്താ ഇവിടെ? ഞാൻ ഒരാളെ കാണാൻ. അമ്മച്ചി എന്താ ഇവിടെ? അത് കൊള്ളാം. പീറ്ററിന്റെ ഭാര്യ എത്ര ദിവസമായി സുഖമില്ലാതെ കിടക്കുന്നു ഇവിടെ. ഒന്നും പറഞ്ഞില്ലേ അവൻ? ഇല്ല. വല്യമ്മച്ചി, ഞാൻ അമ്മച്ചിയുടെ അടുത്ത് പോവാ. സൂക്ഷിച്ചു പോണേ. അമ്മച്ചി, ഞാൻ അങ്ങോട്ട്. ഇതുവരെ വന്നതല്ലേ, ഒന്ന് കയറി കണ്ടേച്ചു പോവാ. അല്ല, വാന്നേ.